ഹലോ പീപ്പിൾ, 2023 നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിനും ഓപ്ഷൻ ഫില്ലിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ടൈമാണിത്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയ നീറ്റ് സ്കോർ വെച്ചിട്ട് ഈ വർഷം ഒരു ഗവൺമെൻറ് സീറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്, സെൽഫ് ഫിനാൻസിങ് കോളേജസ്. നമ്മുടെ കേരളത്തിൽ 19 സെൽഫ് ഫിനാൻസിങ് കോളേജസുകളുണ്ട്. അപ്പോൾ ഈ കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റി ഓർഡർ, അതുപോലെ തന്നെ ഇവയുടെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഈ ഒരു കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ ടൈമിൽ ഈ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളും നിങ്ങളുടെ ഓപ്ഷൻസിൽ കാണാൻ പറ്റുകയില്ല. കാരണം ഈ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നത് കേരള എൻട്രൻസ് കമ്മീഷണർ മുഖാന്തരമാണ്. നമ്മുടെ കേരളത്തിൽ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവയിൽ ഭൂരിഭാഗം മെഡിക്കൽ കോളേജുകൾക്കും 100 സീറ്റുകളും ബാക്കിയുള്ളവയ്ക്ക് 150 സീറ്റുകളുമാണ് ഉള്ളത്. ഇവയിലേക്കുള്ള എല്ലാ അഡ്മിഷൻസും കേരള എൻട്രൻസ് കമ്മീഷണർ വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ടോപ്പ് 10 സെൽഫ് ഫിനാൻസിങ് കോളേജുകളും അവയുടെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവയിൽ എത്ര സീറ്റുകൾ നമുക്ക് അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടാം, ഈ ഒരു ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കഴിഞ്ഞ വർഷം പോയിട്ടുള്ള ജനറൽ സ്റ്റേറ്റ് റാങ്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പ് 10 സെൽഫ് ഫിനാൻസിങ് കോളേജുകളും അവയിൽ എത്രയൊക്കെ ലാസ്റ്റ് റാങ്ക് ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വന്നിട്ടുണ്ട് ജനറൽ കാറ്റഗറിയിൽ, അതുപോലെ തന്നെ അവയുടെ ഫീസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഈ ടോപ്പ് 10 ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജാണ് തൃശ്ശൂരുള്ളത്. ജനറലിൽ 2020 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 1457 ആണ്. നമ്പർ 2 അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഗെയിൻ തൃശ്ശൂർ. അപ്പോൾ നമ്മുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 2022 1798 ആണ് ജനറൽ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ പൊസിഷനിൽ നമുക്ക് മലന്തര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് ഉണ്ട്. 2035 ആണ് നമ്മുടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത് 2022. ഫോർത്ത് പൊസിഷനിൽ പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവല്ല 2163 ആണ് നമ്മുടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കോളേജുകളിലുള്ള ഫീസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ ഫിഫ്ത്ത് പൊസിഷനിൽ വരുന്നത് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ല. ബിലീവേഴ്സ് ചർച്ചിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 6 lakh എന്നുള്ള ഒരു ആനുവൽ ഫീയിലേക്ക് വരുന്നത്. ബാക്കിയുള്ള എല്ലാ കോളേജുകളും ടോപ്പ് 10 എല്ലാ കോളേജുകളിലും ആനുവൽ ഫീസ് ഓൾമോസ്റ്റ് 7 lakh ആണ്. 6,94,830 ആണ് ഈ കോളേജുകളിലൊക്കെ. സിക്സ്ത് പൊസിഷനിൽ നമുക്ക് MES മെഡിക്കൽ കോളേജ് ഉണ്ട് പെരിന്തൽമണ്ണ. ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 2473 ആണ്. അതുപോലെ തന്നെ 7th പൊസിഷനിൽ ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് ഉണ്ട് തിരുവനന്തപുരത്തുള്ള 3257 ആണ് നമ്മുടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത്. പിന്നെ 8th പൊസിഷനിൽ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ഒമേനല്ലൂർ, ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 3963 ആണ്. പിന്നെ 9th പൊസിഷനിൽ നമുക്കൊക്കെ കുറച്ചുകൂടെ ഇഷ്ടമുള്ള നമ്മുടെ സോമർവെൽ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. 4016 ആണ് നമ്മുടെ ക്ലോസിംഗ് റാങ്ക് വരുന്നത്. 10th പൊസിഷനിൽ നമ്മുടെ കോഴിക്കോടുള്ള KMCT മെഡിക്കൽ കോളേജാണ് വരുന്നത്. ഒരു ഫാൻസി നമ്പർ 4141 ആണ് ക്ലോസിംഗ് റാങ്ക് 2022 വരുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും, ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പ് 10 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കും ജനറൽ ക്ലോസിംഗ് റാങ്ക് വരുന്നത് അണ്ടർ 4500 തന്നെയാണ്. ഇതിന് ശേഷമാണ് പിന്നെ SUT, മലബാർ, പിന്നെ അസീസിയ, ഈ മെഡിക്കൽ കോളേജുകളൊക്കെ ഈ ടോപ്പ് 10 ശേഷം വരുന്നതാണ്. അപ്പോൾ ഈ ലിസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, സർ അമൃത മെഡിക്കൽ കോളേജ് എന്താണ് ഈ ലിസ്റ്റിൽ ഇല്ലാത്തത്? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമൃത മെഡിക്കൽ കോളേജ് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് അല്ല. അമൃത ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് നടക്കുമ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസിൽ അമൃത കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അമൃത മെഡിക്കൽ കോളേജിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ ടൈമിൽ അമൃത എന്തായാലും മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും, അതായത് 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും നമ്മുടെ ആവറേജ് ആനുവൽ ഫീ ആയിട്ട് വരുന്നത് 4.5 lakh to 7 lakh ആണ് വരുന്നത്. ഓൾമോസ്റ്റ് 85% സീറ്റുകൾക്ക് ഈ പറഞ്ഞ ഫീസ് ബാധകമാണ്. പിന്നെ ഒരു 15% സീറ്റുകളുണ്ട്. ആ ഒരു 15% എന്ന് പറയുന്നത് നമ്മുടെ NRI കോട്ടയിൽ വരുന്ന സീറ്റുകളാണ്. അവിടെ വിത്തൗട്ട് എനി റിസർവേഷൻ, ഇറസ്പെക്റ്റീവ് ഓഫ് എനി റിസർവേഷൻ, ആ 15% സീറ്റുകളിലേക്കുള്ള ആനുവൽ ഫീ എന്ന് പറയുന്നത് 20 lakh ആണ് വരുന്നത്. ഇനി ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ തന്നെ നിലവിൽ ആദ്യം പറഞ്ഞ 85% വരുന്ന ഒരു SC, ST, KU അല്ലെങ്കിൽ ധീവര വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഒന്നും നിങ്ങൾ മുടക്കേണ്ടതില്ല. കാൻഡിഡേറ്റിൻ്റെ ഫീസ് കേരള ഗവൺമെൻറ് ആണ് അടയ്ക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓപ്ഷൻ ഫില്ലിങ്ങിൻ്റെ ടൈമിൽ മനസ്സിൽ വെക്കുക. കാണാം.